ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി. ഇതിൻ്റെ വിശദീകരണമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തതൊന്നും ഞങ്ങൾക്കുമേൽ നീ വഹിപ്പിക്കല്ല പടച്ചോനെ എന്നതാണ്. താങ്ങാൻ പറ്റാത്തത് തരല്ല പടച്ചോനെ എന്നാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യാക്കൂബ് നബിയുടെയും യൂസുഫ് നബിയുടെയും ചരിത്രം പറഞ്ഞു. എന്തിനാണത് പറഞ്ഞത്? ഓർമ്മയിലുണ്ടോ? നമുക്ക് ജീവിതത്തിൽ താങ്ങാൻ പറ്റാത്ത സങ്കടങ്ങളും വിഷമങ്ങളും വരുമ്പോൾ നമ്മൾ പലപ്പോഴും അത്തരം ഘട്ടങ്ങൾ നമ്മൾ കാണുമ്പോൾ പലരുടെയും ജീവിതത്തിൽ വളരെ വലിയ സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ കാണുമ്പോൾ റബ്ബേ, എങ്ങനെയാണ് അവർക്കത് താങ്ങാൻ പറ്റുക? ആ കുടുംബത്തിന് താങ്ങാനുള്ള കെൽപ്പ് കൊടുക്കുക പടച്ചോനെ, ആ കുടുംബത്തിന് താങ്ങാനുള്ള ശക്തി കൊടുക്കുക പടച്ചോനെ എന്നൊക്കെ നമ്മൾ പറയും, അല്ലേ? അത്രയുള്ള അങ്ങനെയുള്ള വലിയ ദുരന്തങ്ങളും വലിയ വിഷമങ്ങളൊക്കെ കാണുമ്പോൾ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്തരം വിഷമങ്ങളും സങ്കടങ്ങളും ഒന്നും ഉണ്ടാകാൻ പാടില്ല, ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, ഇത്തരം നമുക്ക് താങ്ങാൻ പറ്റാത്ത സങ്കടങ്ങൾ, താങ്ങാൻ പറ്റാത്ത വിഷമങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് ഒരു പ്രാർത്ഥന, ഇനി അങ്ങനെ വന്നാൽ വന്നതിന് ശേഷം ഒരു പ്രാർത്ഥന. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഓർമ്മ ഉണ്ടല്ലോ. അപ്പം താങ്ങാൻ പറ്റാത്ത വിഷമങ്ങൾ ജീവിതത്തിൽ വരാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബി. ഇനി വന്നതിന് ശേഷമുള്ള പ്രാർത്ഥന എന്താണ്? ഇന്നമാ അഷ്കു ബസ്സി വഹുസ്നി ഇലല്ലാഹ്. അത് യാക്കൂബ് നബിയുടെ പ്രാർത്ഥനയാണ്. അദ്ദേഹം സങ്കടപ്പെട്ടുകൊണ്ടേയിരുന്നു, ദുഃഖിച്ചുകൊണ്ടേയിരുന്നു. രണ്ട് കണ്ണുകളും വെളുത്തുപോയി. ബിയല്ലത്ത് ഐനാഹു. അപ്പോൾ യൂസുഫ് നബിയുടെ സഹോദരങ്ങൾ വന്നിട്ട് പറഞ്ഞു, തദുക്കുറു യൂസുഫ്, നിങ്ങൾ യൂസുഫിനെ ഓർത്തുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് അത്? വിടി വാപ്പാ, നിങ്ങളെന്തിനാ ഇങ്ങനെ ഓർക്കണത്? യൂസുഫിൻ്റെ കാര്യം കഴിഞ്ഞില്ല, ഇനി അത് വിടി. ഞങ്ങളൊക്കെ ഞങ്ങൾക്ക് മക്കളായിട്ട് ഇനി അത് ഓർത്തുകൊണ്ടിരിക്കേണ്ട. ഹരീലൻ താങ്കൾ എന്തായി മാറും? ആകെ അവശനായി മാറും, അല്ലെങ്കിൽ ഹാലിക്കിങ്ങളിൽ പെട്ടുപോകും. ആകെ മരണപ്പെടുന്ന, സങ്കടം കൊണ്ട് ദുഃഖം കൊണ്ട് ജീവിതം നഷ്ടപ്പെടുന്ന, മരിച്ചു പോകുന്ന ആൾക്കാരെ കൂട്ടത്തിൽ പെട്ടുപോകും എന്നാര് പറഞ്ഞു? യൂസുഫ് നബിയുടെ സഹോദരന്മാർ യാക്കൂബിനോട് പറഞ്ഞു, അല്ലേ? അപ്പോൾ ആ സമയത്ത് യാക്കൂബ് നബി പറഞ്ഞ വാക്കാണത്, ഇന്നമാ അഷ്കു ബസ്സി വഹുസ്നി ഇലല്ലാഹ്. എൻ്റെ സങ്കടവും എൻ്റെ വേവലാതിയും എൻ്റെ വിഷമവുമൊക്കെ ഞാനിതാ എൻ്റെ റബ്ബിൽ ഏൽപ്പിക്കുന്നു എന്നതാണ്. അപ്പം അങ്ങനെയുള്ള നമുക്കൊക്കെ എപ്പോഴാണ്, ഏത് സമയത്ത്, എങ്ങനെ ഈ സങ്കടങ്ങളൊക്കെ കയറി വരും നമുക്ക് പറയാൻ പറ്റൂല. മനസ്സിലായിട്ടുണ്ടല്ലോ? അപ്പോൾ ജീവിതത്തിൽ ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ വഴിമാറി ചിലപ്പോൾ സന്തോഷവും പിന്നെ ആനന്ദവും ചിരിയും ഒക്കെ കടന്നു വരും, അല്ലേ? അത് പലപ്പോഴും പല മാതിരിയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, 20 കൊല്ലം സൗദി ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടന്ന ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു അശ്രദ്ധ കൊണ്ട് വന്ന ഒരു മനഃപൂർവ്വമല്ലാത്ത ഒരു അപകടം, ഒരു പിന്നെ ബുദ്ധി വളർച്ചയില്ലാത്തൊരു കുട്ടിയെ നോക്കുകയൊക്കെ ചെയ്യുന്ന ജോലിയാണ്. അപ്പം ഇവൻ്റെ മുഖത്തേക്ക്, ശരീരത്തിലേക്ക് തുപ്പിയപ്പോൾ തടഞ്ഞപ്പം ആ കൈ പോയിട്ട് കൊണ്ടത് ഇവൻ്റെ ചങ്കത്തായിപ്പോയി. ചങ്കിലൊരു സർജറി കഴിഞ്ഞിരുന്നു കുട്ടിൻ്റെ. അങ്ങനെയാണ് ആ കുട്ടി മരണപ്പെടുന്നത്. അങ്ങനെ ഇവൻ്റെ കുടുംബം ഇവനെ വധശിക്ഷയ്ക്ക് തന്നെ വിധിക്കണം എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്? കോടതിയിൽ കേസ് കൊടുത്തതും വക്കീലന്മാർ വാദിച്ചതും അങ്ങനെയാണ്. അപ്പം തീർന്നതോടുകൂടി, അല്ലേ? പിന്നെ ആ സമയത്ത് അവരാദ്യം ഒന്നും ആവശ്യപ്പെട്ടില്ല. പിന്നെ അവസാനം ഖുർആനിൽ പറഞ്ഞ ദിയത്തുണ്ടല്ലോ, ആ ദിയത്ത് പിന്നീട് അവർ ഇത്ര കോടി വേണമെന്ന് ആവശ്യപ്പെട്ടു. അത് കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു ഉമ്മയുടെ കരച്ചിൽ, ഒരു ഉമ്മയുടെ സങ്കടം, ഒരു ഉമ്മയുടെ കണ്ണീര്, ഒരു ഉമ്മയുടെ പ്രാർത്ഥന. ഇപ്പോൾ കഴിഞ്ഞ പെരുന്നാളിൻ്റെ അന്ന് ജയിൽ മോചിതനായി
ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിലേക്ക് അവൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ കൊടുത്ത കോടികളും സമാഹരിച്ച കോടികളും ആൾക്കാർ കൊടുത്ത കോടികളൊക്കെയാണെന്ന് വിചാരിക്കേണ്ട. അതൊക്കെ ഒരു സബബ് മാത്രമാണ്, ഒരു കാരണം മാത്രമാണ്. പിന്നെ എത്തിയത് ഉമ്മാൻ്റെ കണ്ണീര്, ഉമ്മാൻ്റെ പ്രാർത്ഥന, മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ആ ഉമ്മ അതിന് മാത്രം കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന കബൂൽ ചെയ്തതാണ് ആ മകൻ അവിടെ ഉമ്മയുടെ ചാരത്തെത്തിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു സങ്കടം, ഒരു ദുഃഖം ഒരു നിമിഷ നേരം കൊണ്ട് ഒരു കൈയൊന്നിങ്ങനെ ആക്കിയപ്പോൾ കലാകാലം ജയിലിലേക്ക് എത്തേണ്ട, താങ്ങാൻ കഴിയാത്ത സങ്കടം, പുറലോകം കാണാൻ കഴിയാത്ത. എന്തിനാണ് നാട് വിട്ടു പോയത്? സ്വന്തം കുടുംബത്തെ പോറ്റാൻ, ഉമ്മയെ പോറ്റാൻ, കുടുംബത്തെ പോറ്റാൻ, മക്കളെ സ്വന്തം കുടുംബത്തിന് സംരക്ഷണത്തിന് വേണ്ടിയിട്ടൊക്കെ നോക്കിയിട്ട് അത് ആഗ്രഹിച്ചിട്ട് പോയ ആളാണ്. പിന്നീട് തിരിച്ചു വരാൻ കഴിയാതെ ജയിലിൽ അകപ്പെട്ട് കൊല്ലപ്പെടും, വധിക്കപ്പെടും, വധശിക്ഷ കിട്ടുമെന്ന് ഉറപ്പിച്ചതാണ്. പുറം ലോകം കാണാതെ അങ്ങനെ അതിലേക്ക് എത്തിപ്പെട്ടത് ഒരു സഹിക്കാൻ കഴിയാത്ത, അല്ലേ, ഉൾക്കൊള്ളാൻ കഴിയാത്ത, താങ്ങാൻ പറ്റാത്ത സങ്കടമാണ്, അല്ലേ. മനഃപൂർവ്വം ചെയ്തതല്ല, ഒരു അബദ്ധത്തിൽ പറ്റിയതാണ്. പക്ഷെ അതുകൊണ്ട് കിട്ടാൻ പോകുന്ന ശിക്ഷയോ മരണമാണ്, കലാകാലം ജയിലാണ്. അപ്പം അത് താങ്ങാൻ പറ്റാത്തൊരു സങ്കടമാണ്, അല്ലേ. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അള്ളാഹുത്തആല എന്താക്കി? ഒരു സന്തോഷം അള്ളാഹുത്തആല തിരിച്ചു കൊടുത്തു. അപ്പോൾ അതൊക്കെ ആരുടെ നിയന്ത്രണത്തിലാണ്? അള്ളാഹുവിൻ്റെ നിയന്ത്രണം. അപ്പോൾ നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പം എന്തൊക്കെ സങ്കടങ്ങൾ വരും, നമുക്ക് താങ്ങാൻ പറ്റാത്ത ദുഃഖങ്ങളും വിഷമങ്ങളൊക്കെ എപ്പോൾ കടന്നു വരും നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ പഠിച്ചു വെക്കേണ്ട സംഗതിയാണെന്ത്? എപ്പോഴും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. എന്ത്? റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി. ഇനി അത് പ്രാർത്ഥിക്കേണ്ട വേറൊരു ഘട്ടം കൂടിയുണ്ട്. അതെന്താ? അത് പ്രാർത്ഥിക്കേണ്ട വേറൊരു ഘട്ടം കൂടിയുണ്ട്. മറ്റ് പലരുടെയും സങ്കടങ്ങൾ കാണുന്ന സമയത്ത് പ്രാർത്ഥിക്കണം. മറ്റ് പലർക്കുമുള്ള സങ്കടങ്ങളെന്നൊക്കെ നമ്മൾ പറയുമല്ലോ, എങ്ങനെ റബ്ബേ ഓക്കത് താങ്ങാം, എങ്ങനെ റബ്ബേ അവനത് താങ്ങാൻ പറ്റുക എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അത്തരം സങ്കടങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി. ഇനി അങ്ങനത്തെ ഒരു സങ്കടം പടച്ചോൻ തന്നാൽ പിന്നെന്താ? നിരാശനായി ജീവിക്കുകയാണോ വേണ്ടത്? സങ്കടപ്പെട്ട് ജീവിച്ച് ജീവിതം അവസാനിപ്പിക്കുകയാണോ വേണ്ടത്? അങ്ങനെയാണോ? അല്ല, പിന്നെ എന്താ വേണ്ടത്? അള്ളാഹിനെ ഏൽപ്പിച്ച് കൊടുക്കുക. പടച്ചോനെ, എനിക്ക് താങ്ങാൻ പറ്റാത്ത ഈ സങ്കടം തരിക വഴി നീ എനിക്ക് മറ്റെന്തെങ്കിലും ഒരു ഹൈർ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. എനിക്ക് താങ്ങാൻ പറ്റാത്ത എൻ്റെ ഈ കണ്ണീരിന്, എൻ്റെ വിഷമത്തിന്, എൻ്റെ ഈ സങ്കടത്തിന് പകരം നീ എനിക്ക് എന്തെങ്കിലും ഒരു ഹൈർ ഉദ്ദേശിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് റബ്ബേ, ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി, എൻ്റെ ഈ ദുഃഖവും എൻ്റെ ഈ സങ്കടവും എൻ്റെ ഈ വേവലാതിയും മുഴുവനും റബ്ബേ ഞാൻ നിന്നിൽ സമർപ്പിക്കുന്നു എന്ന ഒരു പ്രാർത്ഥനയും നമ്മൾ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. ഇത് നമുക്കെപ്പോഴും ആവശ്യമാണ്. ഇത് നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ കാര്യമായിട്ട് ഞാൻ അതാണ് സൂചിപ്പിച്ചത്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള എന്താ അറിയാം? നമ്മൾ തന്നെ നമ്മുടെ ചില പ്രവർത്തനങ്ങൾ കൊണ്ട്, നമ്മുടെ ചില ജീവിതത്തിലെ ചില തീരുമാനങ്ങൾ കൊണ്ട്, നമ്മുടെ ചില വാശി കൊണ്ട്, നമ്മുടെ ചില പെരുമാറ്റം കൊണ്ടൊക്കെ ഈ താങ്ങാൻ പറ്റാത്തത് നമ്മൾ വിളിച്ചു വരുത്തും. ഞാൻ പറഞ്ഞ കാര്യം ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മൾ തന്നെ ചില കാര്യങ്ങൾ, ചില വാശി കൊണ്ട്, നമ്മുടെ ചില ഈഗോ കൊണ്ട്, നമ്മുടെ ചില പെരുമാറ്റം കൊണ്ടൊക്കെ താങ്ങാൻ പറ്റാത്ത പലതും നമ്മൾ തന്നെ എന്ത് ചെയ്യും? വിളിച്ചു വരുത്തും. നമ്മുടെ ജീവിതത്തിലേക്ക് അത് കടന്നു വരാൻ കാരണം നമ്മൾ തന്നെ ഇക്കാരം. മനസ്സിലാകണ്ട? നമ്മളെ ചെറിയ ചെറിയ അശ്രദ്ധ ഇക്കാരം. ഇപ്പം നിങ്ങൾ നോക്കി, കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി 18, 19, 17 വയസ്സാന്ന് തോന്നുന്നുണ്ട്, ഒരു പെൺകുട്ടി ശുചിമുറിയിൽ ബാത്റൂമിൽ പ്രസവിച്ചൊരു കുഞ്ഞിനെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും വാർത്ത. എന്നിട്ട് ആ കുട്ടിയെ, ആ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ കുട്ടിയെ പിന്നെ അതാരോ കണ്ട് ആ കുട്ടിയെ പിന്നെ രക്ഷപ്പെടുത്തി. ആ കുട്ടി രക്ഷപ്പെട്ടു. കാരണം ആ കുട്ടിയെ നേഴ്സുമാർ കയ്യിലെടുത്ത് വെച്ച ഫോട്ടോ ഉണ്ടായിരുന്നു. എന്ത് സുന്ദരനായൊരു കുട്ടി, എന്തൊരു ഭംഗിയുള്ള ഒരു കുട്ടി. ഫോട്ടോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ സ്കൂളിൽ പഠിക്കുന്ന +2നും ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കല്യാണം കഴിക്കാത്ത ഈ പെൺകുട്ടി എങ്ങനെ ഗർഭിണിയായി? ഈ ശുചിമുറിയിൽ നിന്ന് ആരും അറിയാതിരിക്കാൻ ഈ പ്രസവിച്ചിട്ട് കുട്ടിനെ പുറത്തേക്ക് വലിച്ചെറിയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിൻ്റെ സങ്കടം, പെണ്ണിൻ്റെ ദുഃഖം, ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? താങ്ങാൻ പറ്റിയ കാര്യമാണോ അത്? ആ വാർത്ത പത്രങ്ങളിൽ വന്നു, ആ വാർത്ത മീഡിയകളിൽ വന്നു, നാട് മുഴുവനും അറിഞ്ഞു, നാട്ടുകാർ മുഴുവനും അറിഞ്ഞു. ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ആ പെണ്ണിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ആ കുടുംബത്തിന് താങ്ങാൻ പറ്റുമോ? താങ്ങാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അങ്ങനെ താങ്ങാൻ പറ്റാത്ത പലതും കടന്നു വരാൻ നമ്മുടെ ചെറിയ ചെറിയ അശ്രദ്ധകൾ, നമ്മുടെ ചില പ്രവർത്തനങ്ങൾ,
അത് കാരണമായി തീരുമെന്നാണ് പറഞ്ഞു വന്നത്. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, ജാഗ്രത പുലർത്തിയിട്ടില്ലെങ്കിൽ, നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ട കാര്യങ്ങളെ നിസ്സാരമാക്കിയാൽ നമ്മൾ സങ്കടപ്പെടേണ്ടി വരും, ദുഃഖിക്കേണ്ടി വരും. താങ്ങാൻ പറ്റാത്ത പലതും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ശ്രദ്ധിക്കണം. അപ്പം ഒരു വ്യത്യസ്തമായൊരു ചരിത്രം ഖുർആനിൽ അൽ-ബഖറയിൽ പറയുന്നുണ്ട്. അവിടെ ഈ തോക്കത്ത് എന്ന വാക്ക് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പ്രയോഗിച്ചത് എവിടെയാണ്, ഏത് ചരിത്രത്തിലാണെന്ന് നമ്മൾ നോക്കാം. അപ്പം നിങ്ങൾ സൂറത്ത് അൽ-ബഖറ മറിക്കുക. സൂറത്ത് അൽ-ബഖറയിലെ 246 മുതലുള്ള ആയത്തുകൾ. മുതലുള്ള ആയത്തുകൾ 52 വരെ. ഓതിക്കോളൂ എല്ലാവരും ഓതിക്കോളൂ. അയ്യാമ മഅദൂദാത്താണെന്ന്. എന്താ അയ്യാമ മഅദൂദാത്ത്? അയ്യാമു തശ്രീക്കാണ്. അക്കലിം വഷുർബിം ദിക്റിൻ, തീറ്റൻ്റെയും കുടിൻ്റെയും ദിക്റിൻ്റെ ദിവസമാണ്. തീറ്റയും കുടിയൊക്കെ നടക്കും, ദിക്ർ നടക്കൂല. ദിക്ർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ദിക്ർ ഏതാ? ഖുർആനാണ്. അപ്പം എല്ലാവരും ഓതുക. ألم تر إلى الملأ من بني إسرائيل من بعد موسى إذ قالوا لنبي لهم ابعث لنا ملكا نقاتل في سبيل الله قال هل عسيتم إن كتب عليكم القتال
അവസാനത്തെ ആയത്ത്, ഇപ്പോൾ ലാസ്റ്റ് ഒരു ആയത്തിനാണ്ട് മേലേക്ക് നോക്കിയാൽ മതി. തിൽക്ക ആയാത്തുല്ലാഹി നത്ലൂഹ. ഈ മേലെ പറഞ്ഞ ഈ സംഭവം നിങ്ങൾ ആയത്തുകൾ ഇങ്ങനെ വായിക്കുമ്പോൾ തന്നെ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ആ സംഭവം അള്ളാഹുവിൻ്റെ യഥാർത്ഥ രൂപത്തിൽ നിങ്ങൾക്ക് ഊതിത്തരികയാണ്. അള്ളാഹു തആല നമുക്ക് ഈ കഥകൾ പറഞ്ഞു തരികയാണ്. എന്താണ് ഈ കഥ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിന് ശേഷം സംഭവിച്ച ഒരു വിഷയമാണ്. മൂസാ നബിക്ക് ശേഷം കാണാം അലം തറ, നബിനോട് ചോദിക്കുകയാണ് അലം തറ, നീ കണ്ടില്ലേ? ഈ അലം തറ എന്നുള്ള വിഷയം നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതാണ്, ഓർമ്മ. ഈ അലം തറ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ വലിയ സംഭവങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാനാണ്. ഇപ്പം അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, അലം തറ കൈഫ ഫഅല റബ്ബുക ബി ആദ്, ആദിനെ കൊണ്ട് നിൻ്റെ റബ്ബ് എന്ത് കണ്ടു, എന്ത് ചെയ്തു എന്ന് നീ കണ്ടില്ലേ? ഇതെവിടെ കാണണ്ടി? ആദിനെ കൊണ്ട് നിൻ്റെ റബ്ബ് എന്താണ് ചെയ്തത് എന്ന് നീ കണ്ടില്ലേ എന്ന് ചോദിക്കണം. ഇത് ഇവിടെ കാണണ്ടി. ഇപ്പം മൂലക്കൽ ക്ലാസ്സിൽ ഇന്നിപ്പോൾ രാവിലെ ആദ്യം ഇപ്പം മൂലക്കല ക്ലാസ്സിൽ പങ്കെടുത്തവർ ഇത് കണ്ടു വന്നതാണ്. ആദിനെ കൊണ്ട് എന്താ റബ്ബ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഈ കാണേണ്ടത് ഇവിടെ ഖുർആനിലാണ്. മനസ്സിലാണ്ട് പറഞ്ഞത്? അപ്പോൾ ഖുർആനിൽ കുറേ കാര്യങ്ങൾ അങ്ങനെ ഉണ്ട്, കാണാനുള്ള കാര്യങ്ങളുണ്ട്, ഖുർആനിൽ കണ്ടേ പറ്റുള്ളൂ. അപ്പം എങ്ങനെയാണ് ഈ അലം തറ ഇലൽ മലഇ മിൻ ബനി ഇസ്രായേൽ മിൻ ബഅദി മൂസ, മൂസാക്ക് ശേഷം ഈ ബനു ഇസ്രായേലിലെ പ്രമാണിമാരായ ആളുകൾ, ആ ആളുകൾക്കിടയിൽ നടന്നൊരു സംഭവം നീ കണ്ടില്ലേ, മനസ്സിലാക്കിയില്ലേ? അതാരാ പറഞ്ഞു തരേണ്ടത്? അള്ളാഹു പറഞ്ഞു തരണം. അപ്പോൾ അത് ഈ ശാമുവേൽ എന്ന് പറയുന്നൊരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്നാണ്. ആർക്ക് ശേഷം? മൂസാ നബി. ആ പ്രവാചകൻ്റെ കഥയാണ് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇവർ പറഞ്ഞു ഇത് കാലൂലി നബിയൻ, ഇത് അവർ ഈ ആളുകൾ നബിനോട് അവരെ നബിനോട് പറഞ്ഞു. അത് മൂസാ നബിക്ക് ശേഷം വന്ന ആ നബിനോട് പറഞ്ഞു. എന്താണ്? ഇബ്രാസിലന മലിക്കൻ നുക്കാത്തിൽ ഫേസ്, അള്ളാൻ്റെ മാർഗത്തിൽ ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ ഒരു രാജാവിനെ നിയോഗിച്ചു തരണമെന്ന് പറഞ്ഞു. ഇതാണ്, ഞങ്ങൾക്ക് ആരെ നിയോഗിച്ചു തരണം? ഒരു രാജാവ് വേണം. ആ രാജാവിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? അള്ളാൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യണം. അപ്പോൾ അതിന് ഒരു രാജാവിനെ നിയമിച്ചു തരണമെന്ന് പറഞ്ഞു. ഖാല ഹൽ അസൈത്തും ഇൻ കുത്തിബ അലൈക്കുമുൽ ഖിതാലു, വൈക്കി അല്ലാ തുഖാത്തിലു. അപ്പം പിന്നെ ആ പ്രവാചകൻ ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾക്ക് യുദ്ധത്തിന് കൽപ്പന കിട്ടിയാൽ നിങ്ങൾ യുദ്ധം ചെയ്യാതിരിക്കുമോ? എന്താ പറയുക മറുപടി? ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ താമസ സ്ഥലം അവിടെ നിന്നൊക്കെ ഞങ്ങളെ പുറന്തള്ളപ്പെട്ട സ്ഥിതിക്ക് പിന്നെ ഞങ്ങൾക്ക് എങ്ങനെയാണ് യുദ്ധം ചെയ്യാതിരിക്കാൻ പറ്റുക? ഞങ്ങൾ യുദ്ധം ചെയ്യും എന്നാണ് അവർ പറഞ്ഞത്. ഫലമാ കുത്തിബ അലൈഹിമുൽ ഖിതാലു, അങ്ങനെ അവർക്ക് യുദ്ധം നിർബന്ധമാക്കപ്പെട്ടപ്പോൾ തവല്ലൗ ഇല്ലാ ഖലീല മിൻഹും, കുറച്ച് ആൾക്കാർ ഒഴികെ ബാക്കിയുള്ളവരൊക്കെ പിന്തിരിഞ്ഞു, ചെയ്തില്ല. വല്ലാഹു അലീമൻ ബിൽ ളാലിം, അക്രമകാരികളെ കുറിച്ച് അള്ളാഹ് നല്ലോണം അറിയുന്നവനാണ്. അതായത് ഇവർ പറഞ്ഞത് എന്താ? ഞങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കി, വീട്ടിൽ നിന്ന് പുറത്താക്കിയ സ്ഥിതിക്ക് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ടും അത്തരം സന്ദർഭത്തിലാണ് യുദ്ധം ഉണ്ടാവുക. അപ്പോൾ യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? ഒരു രാജാവിനെ ഞങ്ങൾക്ക് നിയമിച്ചു തരണം. ആ രാജാവിൻ്റെ കീഴിൽ ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാനാണ്. അപ്പോൾ ചോദിച്ചു, അങ്ങനെ യുദ്ധം ചെയ്യാൻ വേണ്ടി രാജാവൊക്കെ വന്നാൽ നിങ്ങൾ പോലെ പിന്നിൽ നിന്ന് യുദ്ധം ചെയ്യുമോ എന്ന് ചോദിച്ചു. അത് ഞങ്ങൾ ഉറപ്പാണ്, ഞങ്ങൾ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ എന്താ ഉണ്ടായത്? യുദ്ധം കൽപ്പിക്കപ്പെട്ടപ്പോൾ അവരാരെയും ആ വഴിക്ക് കണ്ടില്ല. വഖാല ലഹും നബിയുഹും, അപ്പോൾ അവർ ഈ നബിനോട് പറഞ്ഞു, ഇന്നല്ലാഹ ബഅസക ഖദ് ബഅസ ലക്കും താലൂത്ത മലിക, പിന്നെ താലൂത്തിനെ ഈ നബി വഖാല ലഹും നബിയുഹും, അവരുടെ നബി പറയണേ. ആ നബി ആരാണ്? ശാമുവേലാണെന്നുള്ള അഭിപ്രായമാണ്. ആ നബി പറഞ്ഞു, എന്താ പറഞ്ഞത്? ഇന്നല്ലാഹ ഖദ് ബഅസ ലക്കും താലൂത്ത മലിക, താലൂത്തിനെ മലിക്കായിട്ട് നിയമിച്ചിട്ടുണ്ട് എന്ന്. എന്താണ്? താലൂത്തിനെ മലിക്കായി രാജാവായി നിയോഗിച്ചിട്ടുണ്ട്. ഖാലു, അവർ പറഞ്ഞു, അന്നാ യക്കുറു ലഹുൽ മുൽക്കു അലൈന വനഹക്കു ബിൽ മുൽക്കി, അതെങ്ങനെ താലൂത്തിനെ രാജാവാക്കുക? എന്നാൽ പിന്നെ താലൂത്തിനേക്കാൾ നല്ല ഞങ്ങളല്ലേ രാജാവാകാൻ? താലൂത്തിനേക്കാൾ അധികാരം ആയിരിക്കുക, അർഹത ആയിരിക്കുക ഞങ്ങൾക്കാണ്. എന്താ അതിൻ്റെ കാരണം? വലം യൂത്ത സാത്ത മിനൽ മാല്, അവന് സ്വത്തും മുതലൊന്നും ഇല്ലാത്ത ആളല്ലേ. വലം യൂത്ത സാത്ത മിനൽ മാൽ എന്ന് പറഞ്ഞാൽ സ്വത്തിൽ വിശാലമായ സ്വത്തൊന്നും. രാജാവാകണം എന്ത് വേണം? രാജാവ് എന്നൊക്കെ പറയുമ്പോൾ ആരായിരിക്കണം? വലിയൊരു പണക്കാരായിരിക്കണം, മുതലാളിയായിരിക്കണം.
ഇതൊരു പാവത്തിനെ പിടിച്ച് രാജാവാക്കിയാൽ ഓനെ മുതലൊന്നുമില്ലല്ലോ. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇന്നല്ലാഹ ഇസ്തഫാഹു അലൈക്കും, തീർച്ചയായും അള്ളാഹു തആല അദ്ദേഹത്തിനാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. വസാദഹു ബസ്തത്തൻ ഫിൽ ഇൽമി, അദ്ദേഹത്തിന് കൂടുതൽ വിപുലമായ അറിവ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ താലൂത്ത് രാജാവാക്കാനുള്ള യോഗ്യത ഇൽമാണ്. ബസ്തത്തൻ ഫിൽ ഇൽമി വൽ ജിസ്മി, ശരീരം കൊടുത്തിട്ടുണ്ട്, നല്ല ആരോഗ്യമുണ്ട്. അപ്പോൾ അതല്ലാതെ പണമൊന്നുമല്ലല്ലോ വേണ്ടത്. അപ്പോൾ ഇവരെ ഉള്ളിൽ വേറെ സംഗതിയാണ്. ഇവർ ചോദിച്ചത് എന്തിനാണ്? ഒരു രാജാവിനെ അങ്ങോട്ട് ഇറക്കിയാൽ കുറേ സ്വത്തും മുതലൊക്കെ ഉള്ള വലിയൊരു കുറേ ഭൂമിയും കുറേ സ്വത്തും. രാജാവ് എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, നാട് ഭരിക്കണ നാട് മുഴുവൻ ഓല പേരിലായിരിക്കും. അങ്ങനെ ഒരു രാജാവിനെ കിട്ടിയ ഓർക്ക് സുഖമായിട്ട് ആ രാജാവിൻ്റെ കൂടെ ജീവിക്കുക എന്നുള്ളതായിരുന്നു. അള്ള നിയോഗിച്ചത് ആരെയാണ്? താലൂത്തിനാണ്. താലൂത്ത് ആരാണ്? ഭയങ്കര ഇൽമുള്ളൊരു മനുഷ്യനാണ്. ബസ്തത്തൻ ഫിൽ ഇൽമി, ഇൽമിൽ വിശാലമായ കഴിവുണ്ട്, അറിവുണ്ട്, ഇൽമുള്ള ഒരാളാണ്. എന്ന് മാത്രമല്ല, ഇനി രാജാവ് എന്നൊക്കെ പറയുന്ന ഒരു ആരോഗ്യമാണല്ലോ, യുദ്ധം ചെയ്യാനൊക്കെ ആ ജിസ്മും കൊടുത്തിട്ടുണ്ട്. നല്ല 1 നമ്പർ തടിയാണ്. അങ്ങനെ നല്ല ആരോഗ്യമുള്ള തടിയും ഇൽമുമുള്ള ആളാണ് ആര്? താലൂത്ത്. ആ താലൂത്തിനെ രാജാവായി നിയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. വല്ലാഹു യൂത്തി മുൽക്കഹു മയ്യശ, അള്ള മുൽക്ക് കൊടുക്കുക, അള്ള ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ആ മുൽക്ക് കൊടുക്കുക, രാജാധികാരം കൊടുക്കുക. വല്ലാഹു വാസിയോൻ, അള്ളാഹു വിശാലമായ കഴിവുള്ളവനെല്ലാം അറിയുന്നവനുമാണ്. വഖാല ലഹും നബിയുഹും ഇന്ന ആയത്ത മുൽക്കിഹി അൻ യഅ്തിയകുമു താബൂത്തു ഫീ സക്കീനത്തും മിർ റബ്ബിക്കും. ഇനി നിങ്ങൾക്ക് അയാൾ താലൂത്ത് പിന്നെ നബിയാണ് എന്നതിനുള്ള തെളിവ് എന്താണെന്നറിയോ? ഒരു അള്ള നബിയാക്കിക്കണമെന്നതിനുള്ള തെളിവ് അദ്ദേഹം താബൂത്ത് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും. എന്താണ് ഈ താബൂത്ത് എന്ന് പറഞ്ഞാൽ? ആ താബൂത്ത് ഒരു പെട്ടിയാണ്. ആ പെട്ടിയിൽ പിന്നെ മൂസാനബിൻ്റെ വടിയും മൂസാനബിൻ്റെ വസ്ത്രങ്ങളും കാര്യങ്ങളും കുറേ ഏടുകളും തൗറാത്തിൻ്റെ ഏടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു താബൂത്തുണ്ട്. അത് നഷ്ടപ്പെട്ടു പോയിന്. ആ താബൂത്ത് കാണാനില്ല. താബൂത്ത് അവിടെ പോയിന്. ആ താബൂത്ത് ആരെടുത്ത് കൊണ്ടുവരും? ഈ രാജാവ് എടുത്ത് കൊണ്ടുവരും. അതാണ് അദ്ദേഹത്തിൻ്റെ രാജാവാക്കി നിയോഗിച്ചു എന്നുള്ളതിൻ്റെ അടയാളം. ഓ ബക്കിയത്തും മിമ്മ തറക്ക ആലു മൂസ വ ആലു ഹാറൂൻ. ഇതെന്തൊക്കെ ഉണ്ടാകും? മൂസാ നബി ഹാറൂൻ നബിൻ്റെ കുടുംബം ബാക്കിയാക്കി അവശേഷിപ്പിച്ച് പോയ അനന്തര കാര്യങ്ങളൊക്കെ അതും കൊണ്ടുവരും. തഹ്മിലുൽ മലായിക്ക, അത് മലക്കുകൾ വഹിക്കും. അതൊക്കെ എടുത്തുകൊണ്ടല്ല ആരാണ്? മലക്കുകളാണ് അതുമായിട്ട് വരിക. ഇന്ന ഫി ദാലിക ലആയത്തൻ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള വലിയ ദൃഷ്ടാന്തമാണ് അത്, നിങ്ങളെ ഈമാൻ പരിശോധിക്കാൻ. ഫലമ്മ ഫസല താലൂത്ത് ബിൽ ജുനൂദി ഖാല ഇന്നല്ലാഹ മുബ്തലീകും ബിനഹർ. അങ്ങനെ സൈന്യവുമായി താലൂത്ത് പുറപ്പെട്ടപ്പോൾ താലൂത്ത് പറഞ്ഞു, അള്ളാഹു നിങ്ങളെ ഒരു നദി മുഖേന പരീക്ഷിക്കും. എന്നാൽ ഇവരിപ്പം ഇവരുടെ ഉള്ളിലെന്താ വേറെ പല കാര്യങ്ങളാണ്. ഇവർ പുറത്തിങ്ങനെ എന്ത് ചെയ്യാണ്? അള്ളാൻ്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ടുള്ള അള്ളാൻ്റെ മാർഗ്ഗം അള്ളാൻ്റെ കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോൾ ശക്തമായ പരീക്ഷണം വരികയാണ്. ഇവർ യുദ്ധത്തിന് പുറപ്പെട്ടു പോകുമ്പോൾ ഇവർക്ക് ഭയങ്കരമായ ദാഹവും വിശപ്പൊക്കെ വരും. അപ്പം ഒരു നദി കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. ആ നദി ജോർദാൻ നദിയാണ്. ഇന്നിപ്പോൾ ആ ജോർദാൻ നദിയൊന്നും ഇന്നിപ്പോൾ നദിയായിട്ട് അവിടെ ഇല്ല. ഈ ജോർദാൻ നദി എന്ന് പറയണത് പിന്നെ ഇസ്രായേലിൻ്റെയും ജോർദാൻ്റെയും ബോർഡറിലുള്ള ഒരു നദിയാണ്. ഇപ്പം നമ്മൾ സാധാരണ ഇപ്പോൾ പുരപ്പുഴ പിന്നെ ഇപ്പുറത്തേക്ക് താന്നൂരും അപ്പുറത്തേക്ക് പരപ്പനങ്ങാടി എന്ന് പറഞ്ഞ മാതിരി ഒരു നദി പോണ്. ആ നദിയുടെ ഒരു ഭാഗം ജോർദാനാണ്, ഒരു ഭാഗം ഇസ്രായേലാണ്. ഇസ്രായേലിനും പിന്നെ ജോർദാനും വേർതിരിക്കുന്ന ബോർഡറാണ് എന്ത്? ജോർദാൻ. അതിൽ പക്ഷെ ഇപ്പം എന്തില്ല, വെള്ളമൊന്നുമില്ല. അതിപ്പോൾ ഒരു ഇങ്ങനെ ചുരുങ്ങി വന്ന് ഒരു നമ്മളെ നാട്ടിലെ ഒരു ഡ്രെയിനേജ് മാതിരി അയക്കണം. ഇപ്പം അത് കാണാനൊന്നുമില്ല. അപ്പോൾ അന്ന് നല്ല വെള്ളം ഉണ്ടായിരുന്ന പിന്നെ ജോർദാൻ നദിയിൽ നിന്നാണ് ലക്ഷക്കണക്കിന് ഗ്യാലൻ വെള്ളം ഈ ചാവുകടലിൽ പതിച്ചിരുന്നു. ചാവുകടലെവിടെ ഉള്ളത്? ഇസ്രായേലിലുള്ള ചാവുകടൽ. ആ ചാവുകടലിൽ ജോർദാൻ നദിയിൽ ലക്ഷക്കണക്കിന് ഗ്യാലൻ വെള്ളം വന്ന് വലിയൊരു ദൃഷ്ടാന്താണത് ഈ ചാവുകടൽ. ഇന്നിപ്പോൾ ചാവുകടൽ വറ്റിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും കടൽ എന്ന് പറയുമ്പോൾ തടാകന്നേ പറയാൻ പറ്റുള്ളൂ. വലിയൊരു കടൽ പോലെ കിടക്കുന്ന ഒരു തടാകം ഈ ചാവുകടലിലെ ഡെഡ് സീ. അതിൻ്റെ പ്രത്യേകത എന്താ? ചാവുകടലിൻ്റെ പ്രത്യേകത എന്താ? അതിൽ ഈ പിന്നെ മറ്റെന്താ പിന്നെ ഈ സൾഫർ സാൾട്ട് എന്ന് പറയുന്ന മൂലകം കൂടുതലാണ്. അപ്പോൾ ഈ ഇതിൻ്റെ ആധിക്യം കൊണ്ട് ഉപ്പിൻ്റെ സാന്ദ്രത കൂടുതലാണ്. സാന്ദ്രത കൂടുതലായതുകൊണ്ട് ഒരാളെ നീന്തറിയാത്ത ആൾക്കാർക്കൊക്കെ ചാടാം. ആരും താന്നു പോകില്ല, ആർക്കും ചാടാം. ആടിയാടിയാലും പൊന്തി കിടക്കും. അതാ ചാവുകടലിൻ്റെ പ്രത്യേകത. മനസ്സിലായില്ലേ? അത് താന്നു പോകില്ല വെള്ളത്തിൽ.
പിന്നെ അതിൽ ഇതൊന്നുമില്ല, മത്സ്യങ്ങളും ജീവികളൊന്നും ഉണ്ടാവില്ല അതിൽ. ചാവുകടലിൽ മത്സ്യങ്ങളോ മീനോ അങ്ങനെ ജീവനുള്ളൊരു സാധനം അതിൽ ഉണ്ടാവില്ല. മനസ്സിലായില്ല, ജീവിക്കാൻ കഴിയില്ല അതിൽ. അത് ചാവുകടലിൻ്റെ പുറത്ത് വലിയ ദൃഷ്ടാന്താണ്. എന്താ കാരണം? ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമൂഹത്തെ അത് നശിപ്പിച്ചു. അപ്പോൾ ലൂത്ത് നബിൻ്റെ സമൂഹം അവിടെ ഉണ്ടായിരുന്നത്, അവരെ നശിപ്പിച്ചത് അള്ളാഹു തആല എങ്ങനെയാണ്? ലൂത്ത് നബിൻ്റെ സമൂഹത്തെ നശിപ്പിച്ചത് എങ്ങനെ? ഭൂമി അടിയിന്മേലായി മറിച്ചിട്ടാണ് അള്ളാഹു തആല നശിപ്പിച്ചത്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, വലക്കത്തറക്കിന ആയത്തല്ലി കൗമി മുത്തവസ്സിമീൻ, തെളിവുകളെടുത്ത് പരിശോധിക്കുന്ന ആളുകൾക്ക് തെളിവാക്കി ദൃഷ്ടാന്തമാക്കി ഞാൻ എന്നെ ബാക്കിയാക്കി എന്ന് പറയുന്നുണ്ട്. അള്ളാഹ് ഭൂമിയിൽ ബാക്കിയാക്കിയ കുറേ കാര്യങ്ങൾ, അതിൽ പെട്ടതാണ് എന്ത്? ചാവുകടൽ. ഏത്? നമ്മളിപ്പോൾ ഖുറാനിൽ വായിച്ചാലൊന്നും ഇപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാക്കൊന്നുമില്ല. ലൂത്ത് നബി ഖുറാനിൽ പറഞ്ഞ സംഭവമൊക്കെ സത്യമാണെന്ന് പറഞ്ഞാൽ ഖുറാനിൽ പറഞ്ഞ എല്ലാം സത്യമാവുമല്ലോ. ഖുറാനിൽ പറഞ്ഞ സ്വർഗ്ഗം നരകമൊക്കെ സത്യമാവുമല്ലോ, ചരിത്രങ്ങളൊക്കെ സത്യമാവുമ്പോൾ. അപ്പോൾ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പറയുന്നുണ്ട്. ഫലമ്മ ജാ അംറുനാ ജഅൽനാ ആലിയഹാ സാഫിലഹാ, നമ്മളെ കൽപ്പന വന്നപ്പോൾ, സംഭവമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയല്ലോ, ലൈംഗികമായ കുറ്റകൃത്യങ്ങളാണ്. അവർ സ്ത്രീകളെ ഉപേക്ഷിച്ച് ഭാര്യമാരെ അവർക്ക് വേണ്ട, അവർ പുരുഷന്മാരെ തേടിപ്പോയി. ഏറ്റവും വലിയ ലൈംഗിക അതിക്രമം നടക്കുകയാണ്. അതാണ് ലോകത്തെ ഏറ്റവും വലിയ അപരാധമായി പാതകമായി അള്ള പറയണത്. അത് അള്ള പടച്ചത് ആണിനും പെണ്ണിനും അള്ള പടച്ചത് എന്തിനാ? മനുഷ്യൻ്റെ ലൈംഗിക പൂർത്തീകരണം ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അപ്പോൾ അതിന് ആ ലക്ഷ്യം വിട്ട്, അള്ള പടച്ചൊരു ലക്ഷ്യം വിട്ട് ഇവർ പോയതാണ് അവർ ചെയ്ത് പറ്റുന്നിട്ട്. അവസാനം എത്രമാത്രം എന്ന് പറഞ്ഞാൽ അവരെ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വീട്ടിലേക്ക് മലക്കുകൾ വന്നു. മലക്കുകൾ വന്നത് മനുഷ്യന്മാരുടെ രൂപത്തിലാണ്, സുന്ദരന്മാരായ മനുഷ്യന്മാരുടെ രൂപത്തിലാണ് വന്നത്. അവർ സുന്ദരന്മാരായ നാട്ടിൽ പരിചയമില്ലാത്ത പുതിയ ആൾക്കാർ വന്നുകളെന്ന് പറഞ്ഞപ്പം ലൂത്ത് നബിൻ്റെ വീട് ഈ സ്വർഗ്ഗഭോഗികൾ കൊണ്ട് വളഞ്ഞു. അവർക്ക് ഇവരെ വിട്ട് കിട്ടണം. ആരെ? ഈ മലക്കുകളെ ഇവർക്ക് വിട്ട് കിട്ടണം. കാരണം അവർക്ക് എന്താ വെച്ചാൽ നാട്ടിൽ ഇത് സർവ്വവ്യാപകമാണ്. അപ്പോൾ സർവ്വവ്യാപകമാകുമ്പോൾ ഇതുവരെ അവർ കാണാത്ത അത്രയും സുന്ദരന്മാരായ ആൾക്കാർ വന്നപ്പം ഇവരെ ലൈംഗിക വൃത്തിക്ക് വിട്ടുകിട്ടണം. അതിന് ലൂത്ത് നബിൻ്റെ വീട് വളഞ്ഞു. മനസ്സിലല്ലേ? ലൂത്ത് നബി ആകെ പേടിച്ചു. ലൂത്ത് നബി അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു തരാം, നിങ്ങൾക്ക് എൻ്റെ പെൺകുട്ടികളെ ഞങ്ങൾക്ക് കല്യാണം കഴിച്ചു തരാം, നിങ്ങൾ എൻ്റെ അതിഥികളെ മാനം കെടുത്തരുത്, എൻ്റെ അതിഥികളാണ് ഇവർ, നിങ്ങൾ അതിഥികളെ മാനം. ലൂത്ത് നബിക്ക് അറിയില്ല അത് മലക്കളെന്നറിയില്ല, ലൂത്ത് നബിക്ക് മലക്കളെന്നറിയില്ല. എൻ്റെ അതിഥികളെ മാനം കെടുത്തരുത് എന്ന് പറഞ്ഞ് ലൂത്ത് നബി ആകെ ബേജാറായി, സങ്കടപ്പെട്ടു. കാരണം ഇവർ എന്ന് പറഞ്ഞാൽ തനി തോന്നിയാസികൾ, ഇവർ പിടിച്ചു കൊണ്ടുപോകും. അപ്പം മലക്കുകൾ പറഞ്ഞു, പേടിക്കണ്ട ലൂത്തെ, ഞങ്ങൾ ഇവരെ നശിപ്പിക്കാൻ ഈ തോന്നിയാസം ചെയ്യുന്ന അതിൻ്റെ പാരമ്യത്തിലെത്തിയിട്ടുണ്ട്, തോന്നിയാസത്തിൻ്റെ പാരമ്യത്തിലെത്തിയിട്ടുണ്ട്. അള്ളാഹിൻ്റെ മുഖറബായ മലായിക്കത്തുകൾ പോലും ലൈംഗികമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി വന്ന ആൾക്കാരാണ്. ഇവരഞ്ഞ് വിടാൻ പറ്റൂല. അത് ഞങ്ങൾ വന്നത് ഇവരെ ശിക്ഷിക്കാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വന്നതിനറിയോ, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് നീയും നിന്നിൽ വിശ്വസിച്ച ആൾക്കാരും ഇന്ന് രാത്രിക്ക് ഇവിടുന്ന് വിടണം, നേരം മുഴുക്കാൻ കാത്തിക്കരുത്. രാത്രിയിൽ തന്നെ പോകണം, നേരം പുലരാൻ കാത്തിക്കരുത്, എത്രയും പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞു. ഇവർ നശിപ്പിക്കപ്പെടാൻ പോവാണ്. ലൂത്ത് നബി പുറപ്പെട്ടു, അപ്പം തന്നെ പുറപ്പെട്ടു. മലക്കൾ പോയി, ഇവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഫലമ്മ ജാ അമ്രുനാ ജഅൽനാ, നമ്മളെ കൽപ്പന വന്നു. അള്ളാഹ് പറയാ, ലൂത്ത് നബി വിശ്വസിച്ച ആൾക്കാർ ആ ഏരിയ വിട്ട് കടന്നു, നശിപ്പിക്കാൻ പോകുന്ന ഏരിയ വിട്ട് കടന്ന ഉടനെ ഭയങ്കരമായ ഭൂമികുലുക്കുണ്ടായി. ഭൂമികുലുക്കുണ്ടായത് മാത്രമല്ല, അടിയിന്മേലായി മറിഞ്ഞു. അമ്രുനാ ജഅൽനാ ആലിയഹാ സാഫിലഹാ, അടിഭാഗം മുകൾ ഭാഗമായിട്ട് മറിഞ്ഞു. അങ്ങനെ ഭയങ്കരമായി ശിക്ഷിക്കപ്പെട്ടവർ മൊത്തം നശിപ്പിക്കപ്പെട്ടു. ഇതല്ല പറയാണ്. എന്നിട്ട് മാത്രമല്ല, അവിടെ വേറൊന്നും കൂടി നടന്നു. ഫഅംതർനാ അലൈഹാ ഹിജാറത്തൻ മിൻ സിജ്ജിലിൻ മഖ്ലൂദ്, ചൂള വെക്കപ്പെട്ട ഒരു തരം കല്ലുകൾ അവർക്ക് നേരെ നാം വർഷിപ്പിച്ചു. ചൂള വെക്കപ്പെട്ട കല്ലുകൾ അവർക്ക് നേരെ വർഷിപ്പിച്ചു. ആകാശത്തുനിന്ന് ഒരു തരം കല്ലുകൾ വന്നു എന്നാ ഇന്നത്തെ ശാസ്ത്രം പറയുന്നത്. ആ കല്ലുകൾ ഉൽക്കകളുണ്ടല്ലോ, ആ ഉൽക്കകളായിരിക്കാമെന്നാണ്. കാരണം ഈ ഉൽക്കകളിലാണത്ര ഈ സൾഫർ സാൾട്ട് എന്ന മൂലകം ധാരാളമായി കാണുന്നത്. അതുകൊണ്ടാണ് ആ പ്രദേശത്ത് ഇന്ന് അവിടെ മാത്രം എന്ത് കിടക്കുന്നത്, ഈ ചാവുകടൽ അടക്കമുള്ള പ്രദേശം സദൂം. ഇന്നും ആ പ്രദേശത്തിൻ്റെ പേര് സദൂം എന്നാ. സഡോമി എന്ന് പറഞ്ഞാൽ ഈ ലൈംഗിക വൃത്തിക്ക് പറഞ്ഞ സംഗതിയാണ്, ഈ ലൈംഗിക ചേഷ്ടക്കുള്ള പേരാ. അതാണ് സദൂം എന്നാണ് ആ പ്രദേശത്തിൻ്റെ പേര്. ഇന്നും ആ പേരാണ്. അത് ആ ചാവുകടലും
ആ ചാവുകടലിൻ്റെ തീരം ഉൾക്കൊള്ളുന്ന പ്രദേശമാണ്. അവിടെ ഈ ചാവുകടലിൻ്റെ തീരത്തും എന്തില്ല, ഈ അങ്ങനെ വലിയ ചെടികളും പിന്നെ അതുപോലെ തന്നെ കായ്കനികളൊന്നും വളരുന്നില്ല, വളരെ പരിമിതമായിട്ടേ ഉള്ളൂ. ഉള്ളത് തന്നെ അങ്ങനെ ഒരു ചുക്കി ചുളിഞ്ഞൊക്കെ കിടക്കണ മാതിരിയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ അംതർന അലൈഹിം ഹിജാറത്തൻ മിൻ സിജ്ജിലിൻ മഖ്ലൂദ് എന്ന് പറഞ്ഞ ആ തരം കല്ലുകൾ വർഷിപ്പിക്കപ്പെടുന്ന നശിപ്പിച്ച സമൂഹമാണ്. അപ്പോൾ പിന്നെ ഞാൻ എന്തിനാ പറഞ്ഞത് വെച്ചാൽ ഈ നഹർ അത് അന്ന് ഈ ചാവുകടലിൻ്റെ പ്രദേശവും വലിയൊരു ദൃഷ്ടാന്തമാണ്. ഖുർആനിലെ ചരിത്ര ഭൂമിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കാണേണ്ട സ്ഥലമാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ജോർദാൻ നദി വളരെ സമ്പന്നമാണ്. ജോർദാൻ നദിയിൽ നിന്ന് ലക്ഷക്കണക്കിന് ഗ്യാലൻ വെള്ളം ഒഴുകി വന്ന് ഇവിടെ പതിക്കുന്നുണ്ട്, ചാവുകടലിൽ പതിക്കുന്നുണ്ട്. പക്ഷേ ചാവുകടലിൽ ഒരു തുള്ളി വെള്ളം പോലും അധികമാണില്ല, ഒരു തുള്ളി വെള്ളം പോലും അധികമാണില്ല. ചാവുകടലിൽ ലക്ഷക്കണക്കിന് ഗ്യാലൻ വെള്ളം വന്നിട്ട് ചാവുകടലിൽ പതിക്കാണ് ഇവിടുന്ന് ജോർദാൻ നദിയിൽ നിന്ന് അന്ന്. പക്ഷെ ചാവുകടലിൽ ഒരു തുള്ളി വെള്ളം പോലും അധികമാകണില്ല. അപ്പം എന്താ കാരണം? അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചപ്പം അവർ ആ പിന്നെ ചാവുകടലിനെ പറ്റി പഠിച്ചപ്പോൾ മനസ്സിലായത് ചാവുകടലിൻ്റെ അടിയിൽ അഗാധങ്ങളായ ഗർത്തങ്ങളുണ്ടെന്നാ. ചാവുകടലിൻ്റെ അടിയിൽ അഗാധങ്ങളായ ഗർത്തങ്ങൾ, ആ ഗർത്തങ്ങളിലേക്ക് വെള്ളം ഇങ്ങനെ ഇറങ്ങിപ്പോവാന്നാ. അപ്പോൾ അടുത്ത ചോദ്യം, ഈ ചാവുകടലിൻ്റെ അടിയിൽ എങ്ങനെയാണ് ഈ ഗർത്തം വന്നതെന്നാ. അന്നത്തെ അല്ല, ഇന്ന് പഠിക്കുന്ന സയൻസാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ മറുപടി ഈ ഭൂമിശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ ചാവുകടലിൻ്റെ അടിയിൽ ഇത്രയും ഗർത്തങ്ങൾ വരണമെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ ശക്തമായൊരു ഭൂമികുലുക്കം നടന്നിട്ടുണ്ടെന്നാ, അല്ലാത്തത് ഉണ്ടാവില്ല. അപ്പോൾ അന്ന് നടന്ന ഈ സംഭവം ഇന്നത്തെ ശാസ്ത്രം അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം പിന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ചരിത്രമാണ്. ആ ചരിത്രം മുഹമ്മദ് നബി പറയണമെങ്കിൽ ആര് പറഞ്ഞു കൊടുക്കണം? അള്ളാഹ് പറഞ്ഞു കൊടുക്കല്ലാതെ മാർഗ്ഗമല്ല. കാരണം നബി ഒരു ഗ്രന്ഥം വായിച്ചിട്ടില്ല, ഒരു കിതാബ് ഓതിയിട്ടില്ല, ആ നാട്ടിലേക്ക് പോയിട്ടുമില്ല. അപ്പോൾ ഖുർആൻ അള്ളാഹിൻ്റെ കലാമാന്നുള്ള ഏറ്റവും വലിയ തെളിവാണ്. പക്ഷേ ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഈ പിന്നെ എന്താ പറയുക, ജോർദാൻ നദി, അതാണ് ഈ നഹർ, മുബത്തലീക്കും ബി നഹർ എന്ന് പറഞ്ഞ ഒരു നദി കൊണ്ട് പരീക്ഷിക്കും എന്ന് പറഞ്ഞ നദി അതാണ്. പക്ഷേ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ആ നദി പിന്നെ അവിടെ ബ്ലോക്കാണ്. കാരണം അത് പതിക്കണമെന്നില്ല, അതിൽ വെള്ളമൊന്നും ഇപ്പോൾ എവിടേക്ക് വരുന്നില്ല, ചാവുകടലിലേക്ക് വരില്ല. ഇപ്പോൾ നിങ്ങൾ ചാവുകടലിനെ പറ്റി ഇടക്കിടക്ക് ഓരോ ഇത് വരലുണ്ട്. അത് നിങ്ങൾ കിട്ടുമ്പോൾ ശ്രദ്ധിച്ച് നോക്കേണ്ടി, ചാവുകടൽ വറ്റിക്കൊണ്ടിരിക്കുക എന്നാണ് പറഞ്ഞത്. ചാവുകടൽ വെള്ളം കുറഞ്ഞ് അങ്ങനെ കുറേശ്ശെ വറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന പഠനമാണ് ഇപ്പോൾ ചാവുകടലിനെ കുറിച്ചിട്ടുള്ളത്. ശരി, അപ്പം ഇവിടെ താലൂത്ത് ഈ ജനങ്ങളെ കൊണ്ട് പോവുകയാണ്. അപ്പോൾ പോകുമ്പോൾ പറഞ്ഞു, അപ്പോൾ ഇവർക്ക് ശക്തമായ ദാഹവും വിശപ്പൊക്കെ ഉണ്ട്. അപ്പം ഒരു നെഹർ നിങ്ങൾ കാണും, പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല, വെള്ളം കുടിക്കാൻ പറ്റില്ല. ഈ ദാഹം വിശപ്പൊക്കെ സഹിച്ചേ പറ്റുള്ളൂ. മുബത്തലീക്കും ബി നഹർ. ഇനി വമൻ ശരിബ മിൻഹു ഫലൈസ മിന്നി, ആരെങ്കിലും അതിന് വെള്ളം എടുത്ത് കുടിച്ചാൽ തമ്മിൽപ്പെട്ടവനല്ല. വമൻ ലം യത്അംഹു ഫഇന്നഹു മിന്നി ഇല്ലാ മൻ ഇഗ്തറഫ ഉർഫതൻ ബിയദി. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഉറുഫത്ത്, ഒരു കൈ കൊണ്ട് ഒരു കോരിയിട്ട് ഒറ്റ കോരി കുടിക്കുക, പിന്നെ കുടിക്കരുത്. അതും ഭയങ്കര പരീക്ഷണമല്ലേ. നല്ല ദാഹിക്കണ സമയത്ത് തീരെ വെള്ളം കുടിച്ചില്ല വലിയ വിഷമൊന്നും ഉണ്ടാവില്ല. പക്ഷേ തീരെ ഭയങ്കരമായിട്ട് ദാഹിക്കണ സമയത്ത് ഒരു ലേശം, ഒരു അരിഷ്ടത്തിൻ്റെ മാതിരി ഒരു 2 സ്പൂണ് അല്ലെങ്കിൽ ഒരു കൈപ്പിടുത്തത്തിൽ എത്ര വെള്ളം ഉണ്ടാകുക എന്ന് എല്ലാവർക്കും അറിയില്ല. അത് കുടിച്ചാൽ എന്താ ഉണ്ടാകുക, ദാഹം കൂടുകയുള്ളൂ. അപ്പം കുടിക്കാൻ പാടില്ല, കുടിച്ചവനെപ്പെട്ടവനല്ല. ഇനി ആരെങ്കിലും കുടിക്കുകയാണെങ്കിൽ എത്ര പറ്റുള്ളൂ? ഫശരിബൂ മിൻഹു ഇല്ലാ ഖലീല മിൻഹു. എന്താ ഉണ്ടായെന്നറിയാം, ഓല് പള്ളറച്ച് കുടിച്ച്. ഓരോ ഇതിനൊന്നും പോയതല്ലല്ലോ, നബിനനുസരിക്കാനും ഇതിനൊന്നും പോയതല്ലല്ലോ, ഓർക്ക് വേറെ ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത്. മനസ്സിലാണല്ലേ പറഞ്ഞത്? അവർ കുറച്ച് ആൾക്കാരൊക്കെ ബാക്കി എല്ലാവരും കുടിച്ചു. ഫലമ്മ ജാവസഹു വല്ലദിന ആമനു മഅഹു ഖാലൂ ലാ ത്വാഖത ലനൽ യൗമ ബിജാലൂത വജുനൂദി. കണ്ട, ലാ ത്വാഖത ലനൽ യൗമ, അവിടെ നമ്മൾ പഠിക്കേണ്ടത് റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബി. ഇവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ജാലൂത്ത്, ഇത് താലൂത്താണ്, അപ്പുറത്ത് ജാലൂത്തുണ്ട്, നേടാൻ പോണ രാജാവ്, അവരുമായിട്ട് യുദ്ധം ചെയ്യാനുള്ള താക്കത്ത് ഞങ്ങൾക്ക് ഇല്ലല്ലോ എന്നവർ പറഞ്ഞു എന്നാണ്. ഞാൻ ബാക്കി നിങ്ങൾ വായിച്ചു നോക്കേണ്ടി. ഞാനിത് എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവർക്ക് ഈ പിന്നെ ഭയങ്കരമായൊരു യുദ്ധം അവർ നേരിടാൻ പോവുക. എന്താണ്? ജാലൂത്തുമായിട്ട്
യുദ്ധം നേരിടാൻ പോവാണ്. അത് അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? സഹിക്കാൻ പറ്റാത്തതാണ്. കാരണം യുദ്ധത്തിൽ പങ്കെടുത്ത് എന്താ പോയിക്കുക? ജീവൻ അതിനേക്കാളും വലിയ വിഷമോ സങ്കടഞ്ഞ് വേറെ വരാണ്ടോ? ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റുമോ? ഇല്ല. ഇവരാണെങ്കിൽ ആകെ ദുർബലരായി ക്ഷീണിച്ച് തളർന്ന് വെള്ളം കൂടി കുടിക്കാതെ വരികയാണ്. അപ്പോൾ അള്ള പരീക്ഷിക്കുകയാണ് ഇവരെ. അപ്പോൾ ഇതിൽ നിന്ന് പഠിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർ ജാലൂത്തിൻ്റെ മുന്നിൽ പോയിട്ട് പെടുകയാണ്. ഇവർക്ക് താങ്ങാൻ പറ്റാത്തൊരു വലിയ ഭാരം, യുദ്ധത്തിൻ്റെ ഭാരം അവരെ മുന്നിൽ വരികയാണ്. എന്താണ് ഇതിൻ്റെ കാരണം? ഈ തോക്കത്ത് അവർക്ക് വരാനുള്ള കാരണം എന്താ? ഖുർആനിൽ ഈ തോക്കത്ത് എന്ന് ഖുർആനിൽ ഈ 2 സ്ഥലത്താണ് വന്നത്. രണ്ടാമത്തെ സ്ഥലമാണ്. ഈ ചരിത്രം എന്തിനാണ് നമുക്ക് പറഞ്ഞു തന്നത്? ഇവർക്ക് ഇത്രയും വലിയൊരു ഭാരം ഇവരെ മേൽ വഹിക്കപ്പെടാൻ കാരണം എന്താ? ഇവരെ പ്രവർത്തനം തന്നെ, ഇവരുടെ കാഴ്ചപ്പാടും പ്രവർത്തനവും. നീതി വായിക്കുകയാണെങ്കിൽ ഒരുപാട് വായിക്കാണ്ട്, നിങ്ങൾ പിന്നെ സാവകാശം വായിച്ചാൽ മതി, ടൈമില്ല. അപ്പം ചുരുക്കം ഇതാണ്, നമുക്ക് റബ്ബന വലാ തുഹമ്മിൽനാ മാലാ ത്വാഖത ലനാ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പം നമുക്ക് വഹിക്കാൻ പറ്റാത്ത പല ഭാരങ്ങളും നമുക്ക് വരുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ചെയ്തികളും നമ്മുടെ രീതികളും കൊണ്ട് തന്നെയാണ് എന്നർത്ഥം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരം കാര്യങ്ങൾ വരാതിരിക്കാൻ നമ്മളൊന്ന് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അതിൻ്റെ ഒന്നാമത്തെ ഭാഗമാണെന്ത്? ഞാൻ നേരത്തെ പറഞ്ഞ 2 പ്രാർത്ഥനകൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാമെന്നുള്ളത്. അതോടൊപ്പം എന്ത് ചെയ്യുക? നമ്മൾ കുറച്ച് എല്ലാം ചെറിയ കാര്യങ്ങൾ വരെ എടുത്തു നോക്കി. നിങ്ങൾ ഇപ്പം ഇന്നലെ ഞാൻ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ക്ലാസ് കേട്ടു. ഇപ്പോൾ ആ ക്ലാസ് ഇട്ടപ്പോൾ അയാൾ എന്താ പറഞ്ഞറിയോ? ഇപ്പം ചില ഇപ്പം ഈ പെൺകുട്ടികൾക്കൊക്കെ ഭയങ്കര, ഈ പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് പെരിന്ന് പുതുക്കിറങ്ങി പോകുമ്പം പെൺകുട്ടിയും കാര്യം, ബാപ്പിയും കാര്യം, ഉമ്മയും കാര്യം, എന്താ അതിൻ്റെ ഈ കരച്ചിൽ ഭയങ്കരമായിട്ട് കൂടിയിരിക്കണം ഇപ്പം. എന്നിട്ട് അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ എടുത്തിട്ട് അതൊക്കെ ആങ്ങളാര് കാര്യണേ, പെങ്ങളെ യാത്രയാക്കുന്നു, ആങ്ങളെ കരയുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങാണ്ട് ഇതൊന്ന് നോക്കുന്നൊക്കെ പറഞ്ഞ് ഇതിങ്ങനെ അടിച്ചു വിടുകയാണ്. ഇതെന്താണ് ഇങ്ങനെ വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ? കരച്ചിലൊക്കെ പണ്ടേ ഉണ്ട്, പക്ഷെ എന്നാലും ഇന്നത് കൂടാനുള്ള കാരണം എന്താ? കല്യാണം കഴിച്ച് വിടുന്ന പല വീടുകളിലും കുട്ടികൾക്ക് സ്വസ്ഥതയും സമാധാനവും കിട്ടുന്നില്ല എന്നുള്ളതാ. ഭയങ്കര പ്രശ്നമായത് മാറുകയാണ്. അപ്പം ഈ കുട്ടിക്ക് എന്തെങ്കിലും, ഈ കുട്ടി എന്തുണ്ടെങ്കിലും വിളിച്ച് പറയും അവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും. അപ്പോൾ ഇവിടെ വാപ്പിയും സങ്കടമായി, ഇവിടെ വാപ്പാക്കും നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, എൻ്റെ കുട്ടിക്ക് അവിടെ സുഖമില്ല, കുട്ടിക്ക് അവിടെ സമാധാനമില്ല, ഓൻ്റെ സ്വഭാവം റെഡിയല്ല, അമ്മായിമാൻ്റെ സ്വഭാവം, അമ്മാശൻ്റെ സ്വഭാവം, ഇതൊക്കെ ഇതാണ് വലിയ പ്രശ്നങ്ങൾ. അപ്പോൾ അതിന് ഈ സൈക്കോളജിസ്റ്റ് പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്ത് പ്രശ്നം അവിടെ ഉണ്ടെങ്കിലും തീർക്കാൻ പറ്റാത്ത പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത്. അമ്മായിമ്മ എത്ര മോശമാണെങ്കിലും, ഭർത്താവ് എത്ര മോശമാണെങ്കിലും, നിങ്ങൾ ചില കാര്യങ്ങൾ, ചില ടെക്നിക്ക് പഠിച്ചാൽ മതി, വേറെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത ഒന്നും അവിടെ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. ഇത് പഠിക്കാത്തതുകൊണ്ടാണ് ഈ താങ്ങാൻ പറ്റാത്ത പല ദുരന്തവും വരുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾക്ക് അമ്മായിമ്മയാണ് ഏറ്റവും വലിയ പ്രശ്നമെങ്കിൽ, അദ്ദേഹം ടെക്നിക്ക് പറഞ്ഞു കൊടുക്കുക, അമ്മായിമ്മയാണ് ഏറ്റവും വലിയ പ്രശ്നമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വലിയ പ്രശ്നം, തിന്നാനും സൗകര്യമില്ല, കുടിക്കാനും സൗകര്യമില്ല, എന്തിനും ചീത്ത പറയും, ഒരു സമാധാനമില്ല, എന്നും കണ്ണീരാണ്, സങ്കടമാണ്, ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അദ്ദേഹം പറയണേ, നിങ്ങൾക്ക് അമ്മായിമാനെ ശരിയാക്കാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. അദ്ദേഹം പറയണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതൊന്നുമില്ല, നിങ്ങൾ ഇടയ്ക്കൊന്ന് ചെറിയ രൂപത്തിലൊന്ന് പെരുമാറ്റം ഒന്ന് മാറ്റി പിടിച്ചാൽ മതി. ഇപ്പം അമ്മായിമ്മ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ അമ്മായിമ്മ അടുത്തൊന്ന് പോയിരിക്കുക, എന്നിട്ട് പതുക്കെ ഒന്ന് ആ തലയിലെ തട്ടങ്ങനെ നീക്കിങ്ങാണ്ട് തലക്കൊന്ന് നോക്കി കൊടുക്കുക, തല നോക്കിങ്ങാണ്ട് പേനൊക്കെ എടുത്തു കൊടുക്കുക. എന്നിട്ട് അമ്മായിമ്മയോട് പറയാം, അമ്മായിമ്മ നിങ്ങളെ മുടി എന്താ നല്ലത്, അപ്പോൾ തലയിൽ അപ്പോൾ ഒന്നും ഉണ്ടാവില്ല, എന്നാലും നല്ല മുടിയാണ്, നിങ്ങളെ മുടി നല്ല സോഫ്റ്റ് മുടിയാണ്. അപ്പോൾ അമ്മായിമ്മ പഴയ കഥ പറയും, എന്ത് അനക്കറിയോ എൻ്റെ മുടി ഇത്ര ഉണ്ടേനി കെട്ടിച്ചുടന്നപ്പം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യുക, കേട്ടിരിക്കുക, നല്ല സന്തോഷത്തോടെ കേട്ടിരിക്കുക, അവർ പറഞ്ഞത് ഇങ്ങനെ ചിരിച്ച് കേട്ടിരിക്കുക. അങ്ങനെ ഒരൊറ്റ വട്ടങ്ങളും ചെയ്തു നോക്കി. അമ്മായിമ്മനെ തലയിലൊന്ന് കൈവച്ചെങ്ങാണ്ട് തലക്കൊന്നിങ്ങനെ മാലീസ് ചെയ്ത് കൊടുത്ത്, 2 പേനൊന്നും ഇല്ലെങ്കിലും വെറുതെ ഒരു ഈരുണ്ട് പറഞ്ഞാണ്ട് വെറുതെ ഒരു ഈരെടുത്തുകൊണ്ട് പൊട്ടിക്കുക. ഇങ്ങനൊക്കെ ഒരു ടെക്നിക്ക് കാണിച്ചാൽ മതി. അപ്പോൾ എന്താണെന്നറിയോ, അമ്മായിമ്മ അടുത്ത ദിവസം മോളെ ഇവിടെ വാന്നറിഞ്ഞ് വിളിച്ചിരുത്തിയിട്ട് എൻ്റെ തല നോക്കി തരും. മോളെ എൻ്റെ ഇവിടെ നിന്ന് തല നോക്കട്ടെ അറിയാം. അതോടുകൂടി എന്തായെന്നറിയോ, ഒരു വലിയ ഭാരം ഇറങ്ങി. പിന്നെ അവിടെ ഇരുന്ന് ഇടക്കൊന്ന് പോകാം, മരുന്ന് കുടിച്ചമ്മ, മരുന്നൊക്കെ ഒന്ന് ഞാനും ഓർമ്മപ്പെടുത്തി, നിങ്ങൾ മരുന്ന് കുടിക്കൂലല്ലേ എന്നൊക്കെ ചോദിക്കുക. അപ്പം അമ്മായിമാരെ നോക്കാൻ ഞാൻ തന്നെ വേണം, ഞാൻ ഇല്ലെങ്കിൽ നടക്കില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ ഒന്ന് കൈയും കാലൊക്കെ ഒന്ന് തടവി കൊടുക്കുക. അങ്ങനെ ഏത് സമയത്തും വാഹനത്തിലൊക്കെ പോവുകയാണെങ്കിൽ ഇമ്മാനോട്, നിങ്ങൾ മുന്നിൽ കയറി ഇരുന്നോളൂ, ഇമ്മാന്നറിയാം, ഇമ്മാനെ മുന്നിൽ കയറ്റി ഇരുത്തുക, ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ അങ്ങനെ ഒന്ന് സോപ്പിട്ട് ഇങ്ങനെ കൂടെ പിടിച്ചൊന്ന് കൊണ്ടുവന്ന് നോക്കി. നിങ്ങൾക്ക് എത്ര വലിയ പ്രയാസമുള്ള താങ്ങാൻ പറ്റാത്ത ഉമ്മയാണെങ്കിലും ആ ഉമ്മ നിങ്ങൾക്ക് ഒതുക്കാൻ പറ്റും.
അമ്മോശൻ ഭയങ്കര ചൂടനും ഭയങ്കര ദേഷ്യം പിടിക്കണം ഇപ്പോൾ ഇങ്ങനെ ഭയങ്കര പ്രശ്നക്കാരൻ അമ്മോശനാണെന്നുണ്ടെങ്കിലും മരുമക്കൾക്ക് ഈ അമ്മോശനെ വരച്ച വരി നിർത്താൻ പറ്റുന്ന ഇതേപോലെ ചെയ്താൽ മതി. അത് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് മനസ്സിലാക്കുക, അപ്പാക്ക് ഇഷ്ടപ്പെട്ട സംഗതി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മനസ്സിലാക്കി ഒരു നല്ല ചായ കൊണ്ടു കൊടുക്കുക. ഒന്ന് അവിടെ ഇടയ്ക്കിടയ്ക്ക് ആഗ്രഹിക്കുന്ന സമയത്ത് ഒന്ന് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ചെന്നിട്ട് ഒന്ന് ലോക്യം പറഞ്ഞു കൊടുക്കുക. എന്താ അപ്പം നിങ്ങളെ വർത്താനം എന്നൊക്കെ ചോദിക്കുക, കയ്യൊക്കെ ഒന്ന് തടവി കൊടുക്കുക. വാപ്പാൻ്റെ സ്ഥാനമാണല്ലോ, അപ്പോൾ കാലൊക്കെ ഒന്ന് തടവി കൊടുക്കുക. ഇങ്ങനെ ഒന്ന് ലോക്യം പറഞ്ഞ് ഒന്ന് കൂടെ ഇരുന്നാൽ ഏത് മേഘങ്ങളും ഉരുകി ഒലിച്ചു പോവും. നമുക്ക് വഹിക്കാൻ പറ്റാത്ത ഒന്നും ഉണ്ടാവില്ല. അത് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ പറഞ്ഞൊരു വാക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ നമ്മുടെ നിലപാടുകൾ നമ്മളെന്താ വെച്ചാൽ എന്തെങ്കിലും ഒന്നാണ് പറയുമ്പോൾ രണ്ടെണ്ണം മേലേക്ക് അങ്ങോട്ട് പറയും. അവിടെയാണ് പ്രശ്നം വരുന്നത്. അവസാനം അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രശ്നത്തിൻ്റെ മേലെ പ്രയാസങ്ങളായി നമുക്ക് വഹിക്കാൻ പറ്റാത്ത ഭാരങ്ങൾ നമ്മളെ തലയിലെത്തും. അപ്പം അതുകൊണ്ട് റബ്ബന വലാ തുഹമ്മിൽന മാ ലാ താഖത ലനാ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി വഅഫു അന്ന വഗ്ഫിർ ലനാ വർഹംന അടുത്ത ക്ലാസ് മുടക്കേണ്ട വരും. എന്താണ് ഇത് മൂന്നും തമ്മിലുള്ള അൽ ഫർഖു ബൈന റഹ്മ, അൽ ഫർഖു ബൈന റഹ്മത്തി വൽ അഫു വൽ മഗ്ഫിറ. വഅഫു അന്ന അഫുവാണ്, വഗ്ഫിർ ലനാ അതെന്താണ് മഗ്ഫിറത്താണ്, വർഹംന അതെന്താണ് റഹ്മത്താണ്. മൽ ഫർഖു ബൈന റഹ്മ വൽ അഫു വൽ മഗ്ഫിറ, ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഖുർആൻ എന്താ പറയണത്, എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഇത് മൂന്നും ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകൾ വിശദീകരിക്കും. അള്ളാഹു നമുക്കെല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. പഠിച്ച കാര്യങ്ങൾ മറക്കാതെ നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു നിർത്തി തരുമാറാവട്ടെ. നമ്മളെ മക്കൾ അള്ളാഹു സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ. നമ്മുടെ ശരീരത്തിൽ അള്ളാഹു ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ കച്ചവടത്തിലും ജോലിയിലും എല്ലാം അള്ളാഹു എളുപ്പവും നിഅമത്തും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ബലികർമ്മം, നമ്മുടെ ഇബാദത്ത്, നമ്മുടെ അദ്കാറുകൾ, നമ്മുടെ തക്ബീറുകൾ എല്ലാം അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നാളെ പരലോകത്ത് വമ്പിച്ച കർമ്മമായി അള്ളാഹ് കബൂൽ ചെയ്യട്ടെ. എന്താ അള്ളാഹ് പറഞ്ഞത്? ഒരു സന്തോഷമുള്ള വാക്ക് പറയാം, എല്ലാവർക്കും സന്തോഷമുള്ളൊരു വാക്ക് പറയാം. എന്താ അള്ളാഹ് പറഞ്ഞത് ഇന്നലെ ബലികർമ്മത്തെക്കുറിച്ച്? ലൻ യനാലല്ലാഹു ലുഹുമുഹ വലാ ദിമാഉഹ, നിങ്ങൾ അറുത്ത മാംസം, നിങ്ങൾ അറുത്ത ബലിമൃഗത്തിൻ്റെ മാംസമോ രക്തമോ അല്ല അള്ളാഹുലേക്ക് എത്തുക. എന്താണ്? നിങ്ങൾ അറുത്ത മാംസമോ രക്തമോ അല്ല എത്തുക, വലാക്കി യനാലുഹു തഖ്വ, നിങ്ങളെ തഖ്വ എത്തുക. ആരാ മുത്തഖി? തഖ്വ ഉള്ള ആളാരാ? ഖുർആൻ പഠിക്കുന്ന ആൾ. അപ്പോൾ ആരിൽ നിന്ന് അള്ളാഹ് കബൂൽ ചെയ്യുക? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീങ്ങളിൽ നിന്ന് അള്ളാഹ് എന്ത് ചെയ്യുള്ളൂ? എല്ലാം കബൂൽ ചെയ്യുള്ളൂ. നമ്മളെ ബലികർമ്മവും നമ്മളെ കുർബാനയും ആരിൽ നിന്ന് സ്വീകരിക്കുക? ഖുർആൻ പഠിക്കുന്ന ആളുകളിൽ നിന്ന് കബൂൽ ചെയ്യുക. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ ക്ലാസ് ഇവിടെ നടക്കും. നമ്മുടെ ഖുർആൻ പഠിതാവായ, ചെന്നൈയിലെ നമ്മുടെ ഖുർആൻ പഠിതാവായ നമ്മുടെ ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായ ചില വിഷയങ്ങളുണ്ട്, ദുആ ചെയ്യണമെന്ന് മക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കട്ടെ, എല്ലാ ബുദ്ധിമുട്ടുകളും നീക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന് ചില ടെസ്റ്റുകൾ നടക്കാനിരിക്കുന്നു. ആ ടെസ്റ്റുകൾ അല്ലാഹു തആല പ്രയാസകരമല്ലാത്ത, എളുപ്പമുള്ള, സന്തോഷിക്കാൻ വകയുള്ള ടെസ്റ്റിൻ്റെ റിസൾട്ട് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു തആല നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെയും എല്ലാം എല്ലാ രോഗാവസ്ഥകളിലും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.